ഹായ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അക്കൗണ്ടൻസി എന്ന് കേട്ട അല്ലെങ്കിൽ ഞാനിവിടെ ബാക്കിൽ കൊടുത്തേക്കുന്ന കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന അയ്യോ ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ 10th കഴിഞ്ഞ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീം എടുത്തപ്പോഴേ നിങ്ങളോട് ആൾക്കാർ പറഞ്ഞ് പീഡിപ്പിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും അക്കൗണ്ടൻസി. മാത്സ് പോലാണ് മിക്ക ആൾക്കാരും മാത്സ് ഒന്നും എടുക്കാൻ വയ്യ, മാത്സും സയൻസും അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കൊമേഴ്സ് എടുക്കാൻ കുറച്ചുകൂടെ സിമ്പിളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വരുന്നവർ ഏറ്റവും കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങളുടെ പേടി സ്വപ്നവുമായ അക്കൗണ്ടൻസിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ ഈശ്വര ഇനിയും വന്നോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മളിവിടെ വന്നേക്കുന്ന വേറൊന്നുമല്ല. അക്കൗണ്ടൻസി നിങ്ങൾ ഈ പറഞ്ഞ പോലെ കേട്ടറിവും കണ്ടറിവിനെയും കാട്ടി ഏറ്റവും നല്ലോണം സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. അത് പഠിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതല്ല, പക്ഷെ വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളെ ഒന്ന് എന്താ പറയുക ടെൻഷനാക്കി നമുക്കത് പഠിക്കാനുള്ള ആ ഒരു മൂഡും കൂടെ കളയുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അങ്ങനൊന്നുമല്ല. അക്കൗണ്ടൻസി വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്കത് മനസ്സിലാക്കി നമ്മൾ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയട്ടെ, അക്കൗണ്ടൻസി പോലല്ല മാത്സ് പോലല്ല അക്കൗണ്ടൻസി. ഓക്കെ, രണ്ട് രീതിയാണ്. നിങ്ങൾ മാത്സിൽ പഠിച്ച കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടുള്ള അങ്ങനത്തെ ഒരു കണക്കേ അല്ല അക്കൗണ്ടൻസിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് പറയട്ടെ, അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളെ മാത്സിൽ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ടൊരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കാം. പക്ഷേ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, അക്കൗണ്ടൻസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നു, സെക്കൻഡ് ടേമിൽ എത്ര വരുന്നു, തേർഡ് ടേമിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാം. ഓക്കെ, എത്ര മാർക്കിനായിരിക്കും വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് എന്ന് പറയും. പേരൊക്കെ ഭയങ്കര സംഭവം വലിയ എന്താ പറയുക, കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഓരോ ടേമിൽ എത്ര ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്, ആ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് മാക്സിമം ആണ് അവർ പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അത്രയും തന്നെ കറക്റ്റായിട്ട് വരണം എന്നൊന്നുമല്ല, പക്ഷെ മാക്സിമം ഇത്രയൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാർക്ക്. ഇത്രയും മാർക്കിനുള്ള പോർഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, സോ അതാണ് ഈ സ്കീം ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, വലിയ ഗെറ്റപ്പ് പേരൊക്കെയുള്ള സംഭവം ഉദ്ദേശിക്കുന്ന ഓരോ ടേമിൽ നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകണം, ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ പഠിച്ചുകൊണ്ട് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. മിക്ക ആൾക്കാരും അത് സ്കിപ്പ് ചെയ്തിട്ട് ഒരു ചാപ്റ്റർ വെച്ചിട്ട് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കും. അക്കൗണ്ടൻസിയുടെ മെയിൻ ഇഷ്യൂ വരുന്നതും അതാണ്. വേണ്ടതും വേണ്ടാത്ത എല്ലാം കുത്തിയിരുന്ന് പഠിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരത്തോളായിരിക്കും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ അക്കൗണ്ടൻസിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം നോക്കിക്കൊണ്ട് പോകേണ്ടതും എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് പഠിക്കേണ്ടതും ഈ സംഭവമാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം. കൂടുതൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ഇതൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുറേ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കും, ചേട്ടാ ഇതെന്താ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇനി ഇതിപ്പോൾ പാടാണോ എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ വരണ്ട. അതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടേമിൽ, സെക്കൻഡ് ടേമിൽ, തേർഡ് ടേമിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് വരാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. ഓക്കെ, അതിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോറി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ല, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൽ ഏതാണോ എടുത്തിട്ടുള്ളത് അതനുസരിച്ച് മാർക്കിന് ചിലപ്പം കുറച്ച് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളവർക്ക് മെയിനായിട്ടും വരാൻ പോകുന്നത് 60 മാർക്കിനാണ്. ഓക്കെ, അതേപോലെ തന്നെ AFS എടുത്തിട്ടുള്ളവർക്കും 80 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഒരു 20 മാർക്ക് എക്സ്ട്രാ ആണ് അവർക്ക് വരുന്നത്, കാരണം അവർക്ക് വേറെ പ്രാക്ടിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ നിങ്ങൾ ഏതാണോ എടുത്തേക്കുന്നത് അതനുസരിച്ച് നമുക്ക് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ 2 ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ CA എടുത്തിട്ടുള്ളവർക്ക് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, തിയറി ബേസ് അക്കൗണ്ടിങ്ങും അതേപോലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഈ പറയുന്ന 3 ചാപ്റ്ററിൽ നിന്നും ഓക്കെ
6 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് AFS എടുത്തവർക്കാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, 8 മാർക്ക് 10 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടേമിൻ്റെ എത്ര മാർക്ക് നിങ്ങൾക്ക്, ഇത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് നമ്മൾ മൊത്തത്തിലുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൺ എക്സാം സംഭവം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചാപ്റ്റേഴ്സ് കുറവായതുകൊണ്ട് അതനുസരിച്ച് സംഭവം കാര്യങ്ങളും കുറയും, അല്ലെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തായാലും പഠിച്ചു പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടേമിൽ വരുമ്പം റെക്കോർഡിംഗ് ഔട്ട് ട്രാൻസാക്ഷൻസ് 2 ചാപ്റ്റേഴ്സിൻ്റെ പേര് പഠിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം 1 2 എന്നൊക്കെ പറഞ്ഞ് 2-3 ചാപ്റ്റർ ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിളാണ്. അടുത്തത് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, പിന്നെ ലാസ്റ്റ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഈ 4 ചാപ്റ്റർ ആയിരിക്കും സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ CBSE ICC എന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ചിലപ്പം പറഞ്ഞുകൂടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ 10th വേറെ സിസ്റ്റം ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിന് ഈ പറഞ്ഞ പോലെ 4 ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ടേമിലുള്ള ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരും. ഓക്കെ, അപ്പം നിങ്ങൾ സെക്കൻഡ് ടേമിന് 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്, 4 ചാപ്റ്റേഴ്സും വരും. അതേപോലെ തന്നെ ഫസ്റ്റ് ടേമിൽ നിങ്ങൾ പഠിച്ച 3 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും വരും. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിൽ 4 ചാപ്റ്റർ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. എക്സാമിന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 7 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതും പഠിക്കണം ഫസ്റ്റ് ടേമിൽ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ പഠിച്ചിട്ട് അവിടെ കളയാൻ നിൽക്കരുത്. എല്ലാം നമ്മൾ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഫസ്റ്റ് ടേമിൽ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടേമിൽ നമുക്ക് പഠിക്കുന്നത് എന്താണ്, സിമ്പിളല്ലേ. കാരണം നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് എന്താണ്, നിങ്ങളുടെ പബ്ലിക് എക്സാം മാർച്ചിൽ കാണും. അപ്പോൾ ആ പബ്ലിക് എക്സാമിന് ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും കാണും. അപ്പോൾ സെക്കൻഡ് ടേമിൽ ഒന്നുകൂടെ ഫസ്റ്റ് ടേമിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സാം വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് ടേമിൽ പഠിച്ച 3 ചാപ്റ്റർ ജാനുവരിയിലേ പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നിന്നേ പഠിക്കത്തുള്ളൂ. അതിനെക്കാട്ടി നല്ലതല്ലേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് എക്സാമിനും ആ പറയുന്ന ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. റെക്കോർഡ് യുവർ ട്രാൻസാക്ഷൻസ് 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കും പിന്നെ ബാക്കി 3 ചാപ്റ്റേഴ്സ് 6 മാർക്കും എന്നുള്ള രീതിയിലാണ്. ആൻഡ് AFSകാർക്ക് വരുമ്പോൾ റെക്കോർഡ് യുവർ ട്രാൻസാക്ഷൻസ് 2 10 മാർക്കിൻ്റെയാണ്. ഓക്കെ, ബാക്കി എല്ലാം 8 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നുള്ളതല്ല. അപ്പം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഇനി തേർഡ് ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജാനുവരിയിലായിരിക്കും നിങ്ങൾക്ക് തേർഡ് ടേം എന്ന് പറയുന്ന ഒരു മാസമേ കാണത്തുള്ളൂ. പിന്നെ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം കാണും, മാർച്ചിൽ നിങ്ങളുടെ മെയിൻ എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വീണ്ടും സിമ്പിളാണ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊരു 1 ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നും പറഞ്ഞ് ചാപ്റ്ററിൻ്റെ പേര് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1ൽ നിന്ന് നോക്കുമ്പോൾ CAയിൽ 5 മാർക്കിൻ്റെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2ൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, തിരിച്ച് AFSൽ വരുമ്പം 6 മാർക്കും അതേപോലെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്കിനി കുറേ മാസങ്ങൾ കിടക്കുന്നു പഠിക്കാൻ. അതുകൊണ്ട് ഇപ്പോഴേ ഒന്നും ആലോചിച്ച് ടെൻഷൻ ഇരിക്കേണ്ട. പക്ഷേ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ സുഖമായിട്ട് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫൈനൽ അക്കൗണ്ട്സ് എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു നിങ്ങൾ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അക്കൗണ്ടൻസിയെ തന്നെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്ന വിഷയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഇതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പം ഇത്രയാണ് നമുക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സും അതേപോലെ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എത്ര മാർക്കിൻ്റെ വരും എന്നുള്ള സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയി. ചാപ്റ്ററിൻ്റെ പേരൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ആൻഡ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് 2 ചാപ്റ്ററും പക്കാ തിയറിയാണ്. ഓക്കെ, ഒരാശ്വാസമായില്ല. നിങ്ങളിനി നിങ്ങളുടെ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ കയറി കുറേ പ്രോബ്ലം ഒന്നും പഠിച്ച് ടെൻഷൻ ആക്കണ്ട. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പക്കാ തിയറി. കാരണം നമ്മൾ പ്രോബ്ലത്തിലൂടെ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്തായാലും തിയറി എന്താണെന്നുള്ള പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കൂടുതലും 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്ലി പ്യുവർ തിയറിയാണ്. ഓക്കെ, തേർഡ് ചാപ്റ്റർ തൊട്ടാണ് നമ്മുടെ അംഗക്കളത്തിലോട്ട് നമ്മൾ കിടക്കുന്നത്, ഓരോ പ്രോബ്ലംസ് വരാൻ പോകുന്നു. ഓക്കെ, പക്ഷേ തേർഡ് ചാപ്റ്റർ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണ്. കാരണം നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന തേർഡ് ചാപ്റ്ററാണ് നിങ്ങളുടെ ബേസിക്കും. അപ്പോൾ അത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നല്ല സ്മൂത്ത്. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് കുട്ടികളോട്, നിങ്ങൾ ആ 3rd ചാപ്റ്റർ വളരെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ആഡ് ഓൺ ആണ്. ഓക്കെ, ഇങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ ബേസിക്കായിട്ട് പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ടും പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് വീണ്ടും പറയുന്നു, പ്രോബ്ലം പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന മാത്സ് ആലോചിക്കുന്നത്, മാത്സ് പക്കാ പ്രോബ്ലം ആണല്ലേ. തിയറി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എനിക്ക് എന്നോട് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് സംഭവങ്ങളെ കാണത്തുള്ളായിരിക്കും. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ബോർഡ്, നിങ്ങൾ ഏത് ബോർഡിലാണോ പഠിച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും. ഞാനൊക്കെ പഠിച്ച ബോർഡിൽ പ്രകാരം തിയറി അല്ലായിരുന്നു, പക്കാ പ്രോബ്ലംസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ അക്കൗണ്ടൻസി അങ്ങനെയല്ല, നിങ്ങൾക്ക് തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഏതാണോ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിലർക്ക് തിയറി ആയിരിക്കും എളുപ്പം, ചിലർക്ക് പ്രോബ്ലം ആയിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ രണ്ടും ചോദിക്കുന്നത് കൊണ്ട് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് ചാപ്റ്റേഴ്സ് വരുന്നത്. ആൻഡ് നമ്മുടെ വേദ ബാച്ചിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഫിസിക്കലി ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതാണ്, അപ്പം ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും അത് പഠിക്കാൻ പറ്റില്ല, ഇവരെങ്ങനെയായിരിക്കും ക്ലാസ്സസ് തരുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള. ഓഫ് കോഴ്സ് ഫസ്റ്റ് തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് നമ്മൾ ചെറിയ 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 വീഡിയോസ് ആയിട്ടായിരിക്കും തരാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സിലാണെങ്കിലും എന്താണ് 1 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരുന്നില്ല. ആ 1 മണിക്കൂർ കംപ്ലീറ്റ്ലി, ചിലപ്പോൾ അക്കൗണ്ടൻസിയൊക്കെ ഒരു ദിവസം 2 മണിക്കൂർ കാണും, അടുപ്പിച്ച് കാണും, അല്ലെങ്കിൽ രാവിലെ കാണും, ഉച്ചയ്ക്ക് ശേഷം, അങ്ങനെയുള്ള സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് ഒരു ചാപ്റ്ററിൻ്റെയൊക്കെ പകുതിയൊക്കെ ചിലപ്പോൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ ഓരോ ടോപ്പിക്സ് കുറച്ച് തരും. മോസ്റ്റ്ലി ഒരു 10 മിനിറ്റ്സും അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് ഒന്നും പോകത്തില്ല, പക്ഷേ 10 മിനിറ്റ്സിനുള്ളിലുള്ള ചെറിയ 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 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിയും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഇന്നൊരു 2 വീഡിയോസ് കണ്ടു, അല്ലെങ്കിൽ 3 വീഡിയോസ് കണ്ടു, മതി. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടൻസിയുടെ കേസ് വരുവാണെങ്കിൽ നമ്മൾ കോൺസെപ്റ്റും പറയും, തിയറിയും പറയും, അതേപോലെ പ്രോബ്ലവും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പോർഷൻസ്, നിങ്ങളിപ്പോൾ ഒരു 3-4 വീഡിയോ കണ്ടാൽ തന്നെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ 3-4 വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് ഇന്ന് ഇത്രയും ഞാൻ പഠിച്ചു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് നമ്മൾ പോകും. കാരണം 1 മണിക്കൂറിൻ്റെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ കുറച്ച് കണ്ടിട്ട് പിന്നെ ഇരുന്ന് നെക്സ്റ്റ് ഡേ വരുമ്പോൾ പിന്നെയും പകുതിക്കൊട്ട് വീണ്ടും അടിച്ചിട്ടിട്ട് പിന്നെയും കാണണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡിങ്സ് പോകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആലോചിക്കും, ചേട്ടാ ഇത് കണ്ടൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഈ കണ്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിത് എങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മെയിൻ പ്രധാനമായിട്ട് വരാൻ പോകുന്നൊരു സംഭവം, ഡൗട്ട്. അതിനുവേണ്ടി നമ്മൾ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് വെക്കും. ആൻഡ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് വെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞങ്ങൾ ഇനി ഡൗട്ട് പറയണം മിസ്, അപ്പോൾ അതനുസരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെയല്ല, നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം, എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഒരു ചാപ്റ്റർ നമ്മൾ ഓരോരോ പോർഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വാട്സപ്പിൽ നമ്മൾ ഓരോ ചെറിയ വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾക്ക് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ കണ്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് റിവിഷൻ സെഷൻസ് വെക്കും. ഓക്കെ, റിവിഷൻ സെഷൻസ് വെക്കുമ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ റിവിഷൻ സെഷൻ അല്ലെങ്കിൽ ലൈവ് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഫോം തരും. ആ ഫോമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ്, ഏതൊക്കെ ഏരിയാസാണോ ഡൗട്ടുള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന ഏരിയയിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് എടുത്തു തരും. ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂ ലൈവ് പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അല്ലാതെ നിങ്ങൾ അതിന് മുന്നേ തന്നിട്ടുള്ള ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ പഠിച്ചല്ലേ റിവൈസ് ചെയ്യുമ്പോൾ ഇന്ന പോർഷൻ ഡൗട്ട് ഉണ്ട് മിസ്സേ എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരാനും പറ്റും. ആൻഡ് ചിലരെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലായിരിക്കും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഈ ഒരു ടോപ്പിക് ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് പറയാം. ചിലപ്പോൾ ഈ ടൈപ്പ് ചെയ്തിടുമ്പോൾ നമുക്ക് ഫുള്ള് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടത്തില്ലായിരിക്കും, സംഭവം എന്താണെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും.
അതോർത്ത് പേടിക്കേണ്ട, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മിസ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിലപ്പം നിങ്ങൾ ഇടുന്ന മെസ്സേജ് ചിലപ്പം നിങ്ങളിടുന്നതും ഞാനിടുന്നതും എനിക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണം എന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ ക്ലിയറായിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതിന് റിക്വസ്റ്റ് ഇട്ടാൽ മതി. കാരണം നമ്മൾ റിക്വസ്റ്റ് ഇടാതല്ല എല്ലാവരും കൂടെ വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ മൈക്ക് ഓൺ ആയി കളിക്കും. അതുകൊണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പേടി സ്വപ്നമായ നമ്മുടെ എക്സാംസും നമ്മൾ നടത്തുന്നതായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. ഇത് വലിയ സംഭവമായിട്ട് നിങ്ങൾ മറ്റേ സ്കൂളിലെ എക്സാംസൊക്കെ പോലും ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ടൊന്നും ആലോചിക്കേണ്ട ഗൈസ്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോ പോർഷൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മൾ ഇനി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ തന്നെ ചെയ്താലും നമ്മൾ മടി പിടിച്ച അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഒരു ഫോർമലായിട്ട് ഒരു എക്സാം നടത്തുമ്പോൾ മാത്രമേ നമ്മൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സബ്ജക്ട്സുകളെല്ലാം പഠിക്കാൻ കേൾക്കുന്നത് പോലും ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ തന്നെ, നിങ്ങളുടെ ഓണം എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും എക്സാംസ് വരുന്നത്, എങ്ങനെയായിരിക്കും അത് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ആൻഡ് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ക്വസ്റ്റ്യൻസും. അക്കൗണ്ടൻസിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിനെയും കാട്ടി കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി. വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അക്കൗണ്ടൻസി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേപോലുള്ള എക്സാംസും കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വാട്സപ്പിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന ലൈവ് സെഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടൻസി ആയിട്ട് പറയാനുള്ളതും വേദ ബാച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളതും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പലരും പറഞ്ഞ് ടെൻഷനൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് നല്ല അക്കൗണ്ടൻസി നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. പറയുന്ന വീഡിയോ അതനുസരിച്ച് നിങ്ങൾ കണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം A+ അല്ല ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ സെറ്റാണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സസ് സംഭവം കാര്യങ്ങളായിട്ടൊക്കെ വരുന്നതായിരിക്കാം. അതുകൊണ്ട് നോ ടെൻഷൻസ്. ഇനി ആരെങ്കിലും അക്കൗണ്ടൻസി പാടാന്ന് പറയാം, അവരോട് പറയാം അക്കൗണ്ടൻസി ഒന്നും പാടല്ല, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും, ഇതൊക്കെ സിമ്പിളല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് ഉള്ള കോൺഫിഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ക്ലാസ്സിൽ കാണാം.